നമസ്കാരം. പണ്ടുകാലത്തൊക്കെ ഗൾഫിൽ പോയി മടങ്ങി വരുന്ന ഗൾഫുകാരുടെ ചുറ്റും ആ ഗ്രാമത്തിലുള്ളവരുടെ ഒരു കൂട്ടമുണ്ടായിരിക്കും. ഗൾഫുകാരൻ നാട്ടിൽ വന്നു എന്നറിഞ്ഞാൽ ഒരു അത്ഭുത ജീവിയെപ്പോലെ അവരെ കാണാൻ പോകുന്നവരുണ്ടായിരുന്നു. അവർ കൊടുക്കുന്ന ചെറിയ സ്പ്രേയും സിഗരറ്റും ലുങ്കിയും ടീഷർട്ടുമൊക്കെ ഈ കാണാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സമ്മാനമായിരുന്നു. ഇന്ന് കാലമൊക്കെ മാറി. പക്ഷെ പണ്ട് ഇങ്ങനെയായിരുന്നു. ഈ ഗൾഫുകാർ നാട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി ജംഗ്ഷനിലേക്ക് എങ്ങാനും വന്നാൽ അവരോടൊപ്പം ഒരു അനുചര വൃന്ദമുണ്ടാകും. അവരുടെ ജോലി ഈ ഗൾഫുകാരനെ പ്രീതിപ്പെടുത്തുക, എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ചോ മറ്റോ ഗൾഫിലേക്ക് പോകാൻ കഴിവതും നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹം മടങ്ങി പോകുന്നത് വരെ, തിരിച്ച് ലീവ് കഴിഞ്ഞ് പോകുന്നത് വരെ അങ്ങേരുടെ ചെലവിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി ശരീരം അനങ്ങാതെ ജോലി ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ഈ അനുചര വൃന്ദങ്ങളുടെ ഒരു ഉദ്ദേശം. ഈ ഗൾഫുകാരനാകട്ടെ ഇക്കാര്യം മനസ്സിലാകുന്നുമില്ല. ഈ ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം ഈ ഗോൾഡ് വാച്ചൊക്കെ കെട്ടി ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഈ ആളുകളൊക്കെ ചുറ്റും കൂടുകയും അദ്ദേഹം പറയുന്ന എന്തിനേയും പിന്താങ്ങുകയും അറബി നാട്ടിലെ കഥകൾ പറയുമ്പോൾ വാ പൊളിച്ചിരുന്ന് കേൾക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇദ്ദേഹം വിചാരിക്കും താനെന്തോ വലിയൊരു അത്ഭുത ജീവിയാണെന്നാണ്. പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറിച്ചാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം വളരെ കർശന സ്വഭാവമുള്ള ആളായിരുന്നുവെന്നും അഴിമതി ഇല്ലാത്ത ആൾ ആയിരുന്നുവെന്നും ഒക്കെയാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായി വിജയൻ്റെ സ്വഭാവം അപ്പാടെ മാറി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 6-7 ഉപദേശകരുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് അവരെ തീറ്റിപ്പോറ്റിയതിനു മാത്രം ചിലവായത്. പക്ഷേ ഈ ഉപദേശകരെ കൊണ്ട് പിണറായി വിജയന് ദോഷമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല. എന്ത് കാര്യത്തിനാണ് പിണറായി വിജയനെ ഉപദേശിച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിണറായി വിജയന് പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അങ്ങനെ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ ചിലരാണ് നവകേരള സർക്കിട്ടിനിടയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച ഗൺമാനും അംഗരക്ഷകനുമൊക്കെ. അവരൊക്കെ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഒരു കടും കൈ ചെയ്തത്. അതിൻ്റെ ഫലം ഇപ്പോൾ എന്തായാലും അവർ അനുഭവിക്കുന്നുമുണ്ട്. അതുപോലെ പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ട്, ഈ വാഴ്ത്തുപാട്ട് എഴുതിയത് ചിത്രസേനൻ പൂവത്തൂർ എന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹമാണ് പിണറായി വിജയനെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ട് എഴുതിയത്. ഈ വ്യക്തി ആരാധന അത് ഒരിക്കലും നമ്മുടെ പാർട്ടിയിൽ പാടില്ല എന്നാണ് പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത്. P. ജയരാജനെയും BS അച്യുതാനന്ദനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടും മുദ്രാവാക്യങ്ങളും ഒക്കെ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ അത് ഒട്ടും പിടിച്ചില്ല. എന്ന് മാത്രമല്ല P. ജയരാജനെയും BSനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. ഇതും പിണറായി വിജയന് അസഹ്യമായിരുന്നു. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു. വാഴ്ത്തുപാട്ട് പാടാൻ ആളുണ്ടായി, എഴുതാൻ ആളുണ്ടായി, മെഗാ തിരുവതിര നടന്നു. ഇതൊക്കെ പിണറായി വിജയൻ ആസ്വദിച്ചു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുറേ കുറ്റപ്പെടുത്തലുകൾ കേട്ടതല്ലേ, ഇനി കുറച്ച് ആസ്വദിക്കാം. പിണറായി വിജയൻ എന്തിനും ഒരു ന്യായമുണ്ടല്ലോ, അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. എന്തായാലും പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ട് എഴുതിയ മഹത് വ്യക്തിയുടെ പേര് ചിത്രസേനൻ പൂവത്തൂർ എന്നാണ്. അങ്ങനെ പിണറായി വിജയനെ പുകഴ്ത്തി എഴുതി അദ്ദേഹം വിരമിച്ചതിനു ശേഷവും ധനകാര്യ വകുപ്പിൽ മെസ്സഞ്ചറായി കടിച്ചു തൂങ്ങി കിടക്കാനുള്ള ഒരു അവസരം പിണറായി സർക്കാർ നൽകി. ഇടതുപക്ഷ സംഘടനയായ സെക്രട്ടറീസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ് ഈ ചിത്രസേനൻ പൂവത്തൂർ. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇയാളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ വാഴ്ത്തുപാട്ട്. നാടിൻ്റെ അജയൻ, തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, മണ്ണിൽ മുളച്ച സൂര്യൻ എന്നൊക്കെയാണ് ആ വാഴ്ത്തുപാട്ടിൽ പിണറായി വിജയനെ ഈ ചിത്രസേനൻ വിശേഷിപ്പിച്ചത്. ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരേ ഒരു കാര്യം, ഈ വിരമിച്ചതിന് ശേഷവും എന്തെങ്കിലും ഒരു ജോലി കിട്ടി അവിടെ കടിച്ചു തൂങ്ങി കിടക്കാം എന്നുള്ളതാണ്. പിണറായി വിജയനോട് ഇത്രയധികം ദ്രോഹം ചെയ്യേണ്ട ഒരു ആവശ്യവും ചിത്രസേനന് ഇല്ലായിരുന്നു. കാരണം ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം പിണറായി വിജയനെ ട്രോളന്മാരൊക്കെ ട്രോളിക്കൊന്നൊരവസ്ഥയുണ്ടായി. ഇതിനു മുമ്പ് തിരുവാതിര, മെഗാ തിരുവാതിര എന്നാലോചിച്ച് നോക്കി. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. കേൾക്കുമ്പോൾ മനം പുരട്ടുന്നു. നോക്കൂ, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് അറം പറ്റിയതുപോലെയായി എന്നുള്ളതാണ്. ശോഭിച്ചതിന് പകരം മറ്റൊരു വാക്ക് ചേർക്കേണ്ടി വരും, തകർന്നു പോയി എന്നുള്ളതിൻ്റെ ഒരു വാക്ക് ചേർക്കേണ്ടി വരും. എന്തായാലും പിണറായി വിജയനെ വഷളാക്കിയവരുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ലോക്നാഥ് ബെഹ്റ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. കാരണം ലോക്നാഥ് ബെഹ്റയാണ് അദ്ദേഹം പിണറായി വിജയന് വധഭീഷണി ഉണ്ടെന്നും അതുകൊണ്ട് കാറിൻ്റെ നിറം മാറ്റണമെന്നുമൊക്കെ പറഞ്ഞത്. അന്നത്തെ DGP ആയിരുന്നു ലോക്നാഥ് ബെഹ്റ. പക്ഷേ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ മെട്രോയുടെ MD ആക്കി.
അതൊക്കെയാണ് ഇതുപോലെയുള്ള ആൾക്കാരാണ് പിണറായി വിജയനെ സത്യത്തിൽ ഇത്തരത്തിൽ വഷളാക്കിയത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ ഈ 40 കാറുകളുടെയും 400 പോലീസുകാരുടെയും ഒക്കെ അകമ്പടിയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുക, നിങ്ങളെ കൊല്ലാൻ ആൾ വരുന്നുണ്ട് സാറേ, അതുകൊണ്ട് ഇത് സൂക്ഷിക്കണം, കാരണം പ്രധാനമന്ത്രിയുടേതിനേക്കാൾ സുരക്ഷ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ ഈ നാട്ടിന് വേണ്ടി അതൊക്കെയാണ് ചെയ്യുന്നത്, അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ സംഘികളും മറ്റുള്ളവരും കോൺഗ്രസ്സുകാരും അതുപോലെ വർഗീയവാദികളുമൊക്കെ നിങ്ങളെ അപായപ്പെടുത്താൻ അങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. ഇന്റലിജൻസിലൂടെ കിട്ടിയ വിവരമാണ്, എനിക്ക് അവർ പറഞ്ഞതാണ് ഇവർ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ പേടിപ്പിച്ച് പണ്ടാരമടക്കി. ഇപ്പോൾ എന്തായാലും ആ മനുഷ്യൻ്റെ അധികാരവും കൂടി പോയി എന്ന് മാത്രമല്ല, ഈഴിത വീട്ടിൽ കയറി നിരങ്ങുകയാണ് പിണറായി വിജയൻ്റെ. എന്തായാലും ചിത്രസേനനും പിണറായി വിജയനെ ഇങ്ങനെ തകർത്തതിലൊരു പങ്കുണ്ട്. ചിത്രസേന ഇനി വീട്ടിലിരുന്ന് ഇഷ്ടം പോലെ പാടാം, വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്നിരുന്ന് കുടുംബസമേതം ബില്ലടിച്ചാൻ പാട്ട് പാടിയാൽ പോലും ആരും ചോദിക്കാനില്ല, കാരണം അദ്ദേഹത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്.